ഗൈസ് നമ്മുടെ മുറ്റത്ത് കറുതാ ഇതുപോലെ ഉണ്ടായിരുന്ന പുല്ല് കേട്ടോ. ഇതുപോലെ ഉണ്ടായിരുന്ന പുല്ല് നമ്മൾ വെട്ടിയതാ, ചെത്തി വൃത്തിയാക്കി വാപ്പിച്ചത് പുല്ലൊക്കെ കോരിയെടുക്കുകയാണ് കേട്ടോ. പുല്ലിങ്ങനെ മാറ്റിയിട്ട് മണ്ണവിടെ കുടഞ്ഞിട്ടിട്ട് പുല്ല് മാറ്റിയിട്ട് പുല്ല് മാത്രം വാരിക്കളയാം കേട്ടോ. നമ്മൾ കുറച്ച് ഇവിടെ കുറച്ച് തെങ്ങും തൈ, ഒരു വാഴ, 2-3 വാഴത്തൈ, ഇതാണോ ഒരു തൈ, ഒരു തെങ്ങും തൈ, ഇതൊരു വാഴ, ഇതൊക്കെ ഞാനാട്ടോ. ഇതിനൊക്കെ തടം കൂട്ടിയത് ഞാനാണ് കേട്ടോ. നട്ടതൊക്കെ ഉമ്മച്ചിയാണ്, ഉപ്പച്ചയൊക്കെ ആയിരുന്നു നട്ടത്. ഇതിപ്പോൾ വാഴയ്ക്ക് കപ്പയ്ക്കും വാഴയ്ക്കും കൂടം കൂട്ടി, ചേമ്പിന് കൂടം കൂട്ടി, ഇത് കൂടം കൂട്ടിയതൊക്കെ ഞാൻ കേട്ടോ. കുറച്ച് 7 ചോട് കപ്പത്തൈ ഉള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരു 9 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിൻ്റെ അകത്തുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഇതൊക്കെ കേട്ടോ. നമുക്കിതൊരു 3 ചോട് പയറും തൈയാണ്. വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാ കേട്ടോ. ഇതാണ് ഗൈസ്, ഇത് നമ്മുടെ ചേമ്പും തൈ. ഇതൊക്കെയാണ്. ഇതൊരു കപ്ലങ്ങ തൈയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ നട്ട് പിടിപ്പിച്ചിട്ടുള്ളൂ, എല്ലാം പിടിച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് നട്ട് 1 മാസമൊക്കെ ആവാറായിട്ടേ ഉള്ളൂ, 1 മാസം ആയില്ല. ഒരു കാന്താരി തൈയാണ്. ഇതൊരു കാന്താരി ഇട്ടു കേട്ടോ. അതിൽ മുളകൊക്കെ ഇട്ടിട്ടുണ്ട്, മുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കറിവേപ്പിലിൻ്റെ തൈ. ഇവിടെ ഇതൊരു പേരക്കത്തൈ ഉണ്ട്, ഇവിടെ കാണുമെന്നറിയില്ല കേട്ടോ. പിന്നെ ഇതൊരു മത്തൻ വള്ളി പടർത്തിയിട്ടുണ്ട്. ഇതൊരു കാച്ചിൽ, ഇതൊരു തെങ്ങും തൈ, ഒരു വാഴ, പിന്നെ ഇതൊരു കാച്ചിൽ, പിന്നെ ഇതാണൊരു കാച്ചിൽ, ഇതാണൊരു വാഴ, പിന്നെ ഇവിടെ ഒരു വാഴ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ അതിൻ്റെ കുറച്ച് വേസ്റ്റാണ്, മറ്റേ വീടുണ്ടാക്കിയതിൻ്റെ കവുങ്ങിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചേക്കാണ്. എന്നിട്ട് കത്തിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂം പണി തീർന്നിട്ടില്ല. ഇതിങ്ങനെ ഇപ്പോൾ മേൽഭാഗം തട്ടടിച്ചിട്ട് വാർത്തിട്ടേക്കുവാണ്. അതിനിപ്പോൾ ഇന്ന് അവർ വരുന്നതെന്നറിയില്ല. ഇതാണ് ബാത്റൂമിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. ഉള്ളൊക്കെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ്. എന്നത്തേക്ക് തീരുന്നറിയില്ല. ഞാൻ മെയ് ലാസ്റ്റ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മെയ് കഴിഞ്ഞു, ഇപ്പോൾ ജൂൺ അവസാനമൊക്കെ ആവാറാവും. എന്തായാലും ജൂലൈ ഒക്കെ ആവും തോന്നുന്നു. ഇവിടെ ഒരു തെങ്ങും തൈ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വൃത്തിയാക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇതിൻ്റെ പണി കഴിയാത്തതുകൊണ്ടേ കല്ല് കുറച്ചുണ്ട്, അലക്കല്ല് കെട്ടണം. പിന്നെ അപ്പുറത്ത് ചെറിയത്, പിന്നെ ഇവിടെ കുറച്ച് പണിയുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ടോ ഗൈസ്. നമുക്ക് മുമ്പേ ഇവർ വന്ന് ഇവിടെ താമസമാക്കി ഗൈസ്. ഇവർ ഭയങ്കര കുസൃതി കുടുക്കകൾ കണ്ടോ. എത്ര എണ്ണമാണെന്നറിയോ? 6 പേരുണ്ട്. 8 ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേട്ടോ അയൽവാസി പറഞ്ഞത്. അയൽവാസികൾ 8 ആളുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയോ അവരെ കാണാൻ. പക്ഷെ അവരെ നമുക്ക് ഓടിച്ചു വിടാൻ തോന്നുന്നില്ല ഗൈസ്. അവരവിടെ കിടക്കട്ടെ. ആരെങ്കിലും വന്ന് കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ അവരുടെ അമ്മേൻ്റെ കൂടെ അവരെവിടെയെങ്കിലും പോട്ടെ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. പാവങ്ങളല്ലേ, കിടക്കട്ടെ അല്ലേ. നമുക്ക് മുമ്പേ വന്നവരാണ് അവർ. അവരുടെ ഷെൽട്ടർ ഇപ്പോൾ ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാറി തരണം കേട്ടോ ഗൈസ്. മക്കളെ നിങ്ങൾ മാറി തരണം കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ അന്നേരം നിങ്ങൾ ബുദ്ധിമുട്ടി. നിങ്ങൾ സുഖമായിട്ട് കിടന്നു, നിങ്ങൾ നനയൊന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാറി തന്നാൽ മതി. അതാണ് ഗൈസ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥകൾ. ഇതാപ്പോൾ നമ്മുടെ വീടിൻ്റെ സെറ്റപ്പൊക്കെ ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ജൂലൈ അവസാനത്തോടുകൂടെ മാറി താമസിക്കാൻ വരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ദുആവും പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. ഇതാണ് നമ്മളുടെ കിണർ ഗൈസ്. ഇങ്ങോട്ടൊക്കെ വീടുകളുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ വീടുകളുണ്ട്. കുറച്ച് കവുങ്ങുതോട്ടങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഓക്കെ, ബൈ.